കുമാർ മേനോൻ കൊടുങ്ങല്ലൂരാണല്ലേ? അപ്പോൾ സാറിങ്ങനെ വൃക്ഷവൈദ്യനാണ്, ശരിക്കുള്ള വൈദ്യൻ. അതിന് പുറമെ വലിയ വലിയ മരങ്ങളെയൊക്കെ രക്ഷിക്കലാണ് സാറല്ലേ? മരങ്ങൾ രക്ഷിക്കൽ മാത്രമല്ല, എല്ലാത്തരം ചികിത്സകളും ചെയ്യും. അപ്പോൾ ചെടികൾക്കുള്ള അസുഖങ്ങൾ, പിന്നെ പച്ചക്കറി ചെടികൾക്കുള്ള അസുഖങ്ങൾ എല്ലാത്തിനും. കൊടുങ്ങല്ലൂർ എവിടെയാണ് സാറിൻ്റെ? തെക്കേനട. അതെ. അപ്പോൾ സാറ് കൃഷി വകുപ്പ്, പിന്നെ കൃഷി വകുപ്പിൽ സാറ് പോയി ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇവിടെ സെൻട്രൽ കമ്മ്യൂണിക്കേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞ് ഇവിടെ ഉണ്ടായിരുന്നു, അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഹോർട്ടിക്കൾച്ചറിലല്ല, മറ്റേ സെൻട്രൽ നഴ്സറി അവിടെ കൊടുക്കാറുണ്ട്. സെൻട്രൽ നഴ്സറി പൊട്ടിയിരുന്നു കൊറോണയ്ക്ക് മുമ്പ് വരെ ക്ലാസ്സസ് കൊടുക്കും. കൊറോണയ്ക്ക് ശേഷം ഞാൻ പോയിട്ടില്ല. പിന്നെ ഡോക്ടർ സലീം അലി കൃഷിഭവനിലാണ് കൂടുതൽ കൊടുക്കണം. പിന്നെ ഡോക്ടർ സലീം അലി ഫൗണ്ടേഷൻ പക്ഷിശാസ്ത്ര, സലീം അലി ഫൗണ്ടേഷന്റെ പക്ഷിശാസ്ത്രമല്ല, അവർ അഗ്രികൾച്ചർ ഡിവിഷൻ ഉണ്ട്. അതെവിടെയാ? അത് ഇവിടെ കേരളത്തിൽ പല സ്ഥലങ്ങളിലുണ്ട്. അതിൻ്റെയൊക്കെ ക്ലാസ്സസ് കൊടുക്കും. അവിടേക്ക് ചെന്ന് ഈ ആയുർവേദം ക്ലാസ് കൊടുക്കും. ചെടികളെ പറ്റിയുള്ള നല്ലൊരു കാര്യമാണ് സാർ ചെയ്യുന്നത്. ചെടികൾക്ക് വേണ്ടിയിട്ടാണ് ഉള്ള ആയുർവേദ മരുന്നുകൾ. അതൊക്കെ എവിടെ നിന്ന് പഠിക്കുന്നതാണ് സാർ? അത് നാട്ടറിവുകളുണ്ടോ? പാരമ്പര്യമായിട്ടുള്ളതാണ്. അപ്പോൾ സാർക്ക് എല്ലാവിധ. എൻ്റെ മുത്തശ്ശൻ വൈദ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് സാർ? അത് വേലിപ്പണിക്കരുന്നാണ്. അദ്ദേഹം മറ്റേ കൊച്ചി രാജാവിൻ്റെ ഗുരു നാലുമാക്കൽ സുബ്രഹ്മണ്യ വൈദ്യരാണ്. അങ്ങനെ പരമ്പരയായിട്ട് കിട്ടുന്നതാണ് ഇതൊക്കെ അല്ലേ? എന്തായാലും കൈപ്പുണ്യം. കുറേ മരങ്ങൾ സാർ അതുകൊണ്ട് രക്ഷിച്ചിട്ടുണ്ട് അല്ലേ? റോഡ് സൈഡത്തെ മരങ്ങൾ രക്ഷിക്കാറുണ്ട്. മരങ്ങൾ ഞാൻ അധികം ചെയ്തിട്ടില്ല, മരങ്ങൾ വളരെ കുറച്ച് മാത്രമേ. ഞാൻ കൂടുതൽ ക്ലാസ്സുകൾ കൊടുക്കണം. ഇപ്പം ഇന്ന് കേരളത്തിലെ എല്ലാവരും ജൈവ കൃഷിയല്ല ചെയ്യുക, മുഴുവനും ചെയ്യുന്നത് രാസവള കൃഷിയും രാസകീടനാശിനിയും ഉപയോഗിക്കണേ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കുറേ പേരെ കൊണ്ടുവന്നിട്ടുണ്ട്, വലിയ വലിയ കൃഷിക്കാരെ ജൈവത്തിലേക്ക് കൊണ്ടുവന്നു. 10,000-20,000 വാഴ കൃഷിക്ക് ചെയ്യുന്ന ആളിൽ ജൈവത്തിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഒത്തിരിയാണ്. ക്യാൻസറിൻ്റെ ഒരു രോഗങ്ങൾക്ക് ഒരുപാട്, ക്യാൻസറിൻ്റെ രോഗം വളരെ വ്യാപകമാണല്ലോ. ഈ ഒരു ക്യാൻസറിൻ്റെ രോഗം ചെടികൾക്ക് വരുന്നതാണ്. ഈ മാവിൻ്റെ ഇപ്പോൾ കൊമ്പ് ഉണങ്ങിപ്പോയി, മാവ് കംപ്ലീറ്റ് ഉണങ്ങി പോകണല്ലേ, അല്ലെങ്കിൽ ആലുകൾക്ക് വരുന്നത്. ഇത് മുഴുവനും ഒരു തരം ക്യാൻസറാണ്. ക്യാൻസർ മനുഷ്യർക്കും വൈറൽ ക്യാൻസർ എന്നൊക്കെ പറയാം. പക്ഷെ അതൊരിക്കലും മനുഷ്യന്മാരിലേക്ക് വരില്ല. ഇപ്പം നമ്മൾ പഴമൊക്കെ കഴിക്കുമ്പോൾ കല്ല് പോലെ കാണാറില്ലേ? അതെ അതെ, അത് ഒരു തരം വൈറസാണ്. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് വിഷം വെച്ചിട്ട് പഴുപ്പിച്ചതല്ല അല്ലേ? അത് അല്ല അല്ല, അതുകൊണ്ടല്ല. ഇതൊരു തരം വൈറസാണ്. പിന്നെ തെങ്ങിൻ്റെ തേങ്ങയുടെ മണ്ടരിയിലെ മണ്ടരി ഒരു വൈറസ് രോഗം ഉണ്ട്. പക്ഷെ വൈറസ് രോഗമാണ്. പറഞ്ഞു കൊടുക്കുകയും അല്ലാണ്ട് ഞാനത് രഹസ്യമായിട്ട് വെച്ചിട്ട്. അപ്പോൾ സാറ് അവിടെ വീടിൻ്റെ പേര് അവിടെ വരുമ്പോൾ കാണാം സാറേ. കൊടുങ്ങല്ലൂർ തെക്കേ നടയിലാണ് സാറിൻ്റെ വീട്. വീടിൻ്റെ പേര് സാറിൻ്റെ പറഞ്ഞാൽ അറിയില്ല. ആക്കപ്പള്ളിയിൽ നിന്നാണ് വീട്. കാക്കപ്പള്ളി കണ്ടുപിടിക്കാം. ആക്കപ്പള്ളി വിളിച്ചിട്ട് വരണം എപ്പോൾ വരുമ്പോൾ. ഞാൻ ഇതുപോലെ സഞ്ചരിക്കും, ചിലപ്പോൾ ക്ലാസ്സുകളായിരിക്കും കൊടുത്തോണ്ടിരിക്കുന്നത്. ശരി സാർ. ഏതായാലും എന്ത് അസുഖങ്ങൾക്കും മരുന്നുണ്ട്. പക്ഷേ